നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. പാർലമെന്റിന്റെ അകത്തും പുറത്തും പ്രതിഷേധം. ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യം. കത്ത് ചോർച്ചയിൽ വിശദമായ അന്വേഷണം നടത്തിയെന്ന CPM സംസ്ഥാന സെക്രട്ടറി. അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് MP ഗോവിന്ദൻ. വിവാദങ്ങൾക്കിടെ CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ തുടരുന്നു. പറയാനുള്ളത് പാർട്ടി സെക്രട്ടറി MA ബേബി പറയുമെന്ന് പ്രകാശ് കാരാട്ട്. ബസ് ഉടമകൾക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയാൽ KSRTCയെ വെച്ച് നേരിടുമെന്ന് മന്ത്രി. ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് KSRTC ബസ്സുകൾ ഓടിക്കുമെന്ന് മുന്നറിയിപ്പ്. ബസ് ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തി. ചീഫ് സെക്രട്ടറിക്കെതിരെ N പ്രശാന്ത് IAS. പാസ്പോർട്ട് പുതുക്കാൻ NOC നൽകിയില്ല എന്ന ആരോപണം. അപേക്ഷ സമർപ്പിച്ചിട്ട് മാസങ്ങളായിട്ടും കൊളംബോയിലെ സ്കൂൾ റീയൂണിയനിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല എന്ന് പരാതി. ആത്മാഭിമാനവും അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രശാന്ത്. റാപ്പർ വേഡിനെതിരെ കൂടുതൽ പീഡന പരാതികൾ. ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടും പരാതി ബോധിപ്പിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ന് ഇന്ത്യയിൽ. അതിർത്തി തർക്കം ഉൾപ്പെടെ നിർണായക കാര്യങ്ങളിൽ ചർച്ച നടത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെയും കൂടിക്കാഴ്ച ഇന്ന് വൈറ്റ് ഹൌസിൽ. സമാധാന കരാറിൽ യുക്രൈന് US-ന്റെ പിന്തുണ. വിശദമായ വാർത്തകളിലേക്ക്. CPM പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ തുടരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പ്രധാന അജണ്ടയെങ്കിലും കത്ത് വിവാദം ചർച്ചയാകും. കേരളത്തിലെ നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യവസായി പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്തു വന്നത് നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനാണ് കത്ത് ചോർത്തിയത് എന്നാണ് കത്ത് നൽകിയ ചെന്നൈ വ്യവസായിയുടെ പരാതി. ഇപ്പോൾ വരുന്ന വാർത്തകൾ അസംബന്ധമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. കത്ത് വന്നത് MA ബേബിക്ക് ണെന്നും ബേബി മറുപടി പറയട്ടെ എന്നും പ്രകാശ് കാരാട്ടും പ്രതികരിച്ചു. നിർമ്മിത വാർത്തകൾ എന്നാണ് A വിജയരാഘവന്റെ പ്രതികരണം. അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. മലയാളത്തിലാ പറഞ്ഞു. ബേബിയോട് ചോദിക്കുന്നതൊക്കെ ബേബിക്ക് കത്തയച്ചിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ച പരാതി കത്ത് ചോർന്ന സംഭവത്തിൽ പാർട്ടി തന്നെ വ്യക്തത വരുത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ടൊന്നും CPM-നെ തകർക്കാനാകില്ല. പോളിറ്റ് ബ്യൂറോയെ സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും. നിങ്ങൾ ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടത് പിണറായി വിജയനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടി ക്ഷീണപ്പെടും. അതിലെ ഗോവിന്ദമാഷിനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടി ക്ഷീണപ്പെടും. ഇതാണ് ഈ ആക്ഷേപം കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഈ ആക്ഷേപം കൊണ്ടുവരുന്ന ഈ ചില മാധ്യമങ്ങൾ തന്നെ കോൺഗ്രസിന്റെയും BJP-യുടെയും കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കാത്തതെന്താ? അപ്പോൾ അത് പക്ഷപാതപരമായി ഒരു CPM വിരോധം മാത്രമാണ്. CPM-ലെ കത്ത് വിവാദത്തിൽ പ്രതികരിച്ച K മുരളീധരൻ. വികസനവും കമ്മീഷനും എന്ന നയം സർക്കാരിനെന്നും രാജേഷ് കൃഷ്ണയ്ക്കെതിരായ ആരോപണത്തിൽ ഗോവിന്ദൻ പ്രതികരിക്കണമെന്നും K മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അച്യുതാനന്ദൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇതിനെതിരെ കുരിശുയുദ്ധം നടത്തിയേനെയെന്നും മുരളീധരൻ വ്യക്തമാക്കി. വികസനവും കമ്മീഷനും എന്നുള്ള നയമാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്. വികസനമല്ല, കമ്മീഷൻ നടക്കുന്നുണ്ട്, വികസനം നടക്കുന്നില്ല. ഇതിപ്പോൾ രാജേഷ് കൃഷ്ണനെതിരായിട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് പിണറായി സർക്കാരിനെതിരായിട്ട് വന്ന ആരോപണമാണ്. ഗോവിന്ദൻ മാഷാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഗോവിന്ദൻ മാഷ് പ്രതികരിക്കണം. തൻ്റെ സത്യസന്ധത തെളിയിക്കാൻ ഗോവിന്ദൻ മാഷ്ക്ക് ബാധ്യതയുണ്ട്. അതിന് അദ്ദേഹം മുൻകൈ എടുക്കണം. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളത്.
അത് തീർച്ചയായിട്ടും അന്വേഷണം വേണം. നിയമ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ഈ ഒരു അധോലോക ബന്ധമുള്ള രാജേഷ് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇർഷാദ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് അച്യുതാനന്ദൻ ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെതിരെ ഒരു കുരിശുയുദ്ധം തന്നെ അദ്ദേഹം നടത്തുമായി. കത്ത് വിവാദത്തോടെ CPM നേതാക്കളുടെ അധോലോക ബന്ധമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്ന് BJP നേതാവ് V. മുരളീധരൻ. വിദേശ നാണ്യ ചട്ടം വരെ ലംഘിച്ചു. ആരോപണത്തിൽ അന്വേഷണം വേണം. പാർട്ടി മറുപടി പറയണമെന്നും അദ്ദേഹം ഡൽഹിയിൽ ആവശ്യപ്പെട്ടു. CPM എന്ന പാർട്ടി, ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെയും അധോലോക ബന്ധങ്ങളുടെ ഒരു പുതിയ അധ്യായമാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒറ്റ വാക്കിൽ അതിന് മറുപടി പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതും ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിലെ അല്ലെങ്കിൽ CPMന്റെ ഏറ്റവും മുതിർന്ന 2 നേതാക്കന്മാർ കേരളത്തിലാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും CPMന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയൻ. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കടുത്ത പ്രതിഷേധത്തിലേക്കും നടപടികളിലേക്കും ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ നീക്കം. ജ്ഞാനേഷ് കുമാറിനെ പദവിയിൽ നിന്ന് നീക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നും പൊതുമുതൽ നശിപ്പിക്കാനല്ല MP-മാരെ സഭയിലേക്ക് അയച്ചതെന്നും സ്പീക്കർ വിമർശനമുന്നയിച്ചു. सीट पर जाके विराजे। ये प्रश्नकाल है, जितनी जोर से आप नारेबाजी कर रहे हैं। പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വോട്ട് വിവാദത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യ സഖ്യം. പാർലമെന്റിനകത്തും പുറത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധം ഇങ്ങനെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ശക്തമായ പ്രതിഷേധം തന്നെയല്ലേ കാണുന്നത്? ശ്രീജ, വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആകെ തന്നെ ഉയർത്തത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അതിശക്തമായി തന്നെ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ പ്രശ്നങ്ങൾ ഉയർത്തിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാടാണ് ഈ വിഷയം കൂടുതൽ വഷളാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായി തന്നെ ആരോപണങ്ങൾ, പേരെടുത്ത് പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചതോടുകൂടി തന്നെയാണ് വിഷയം കുറെ കൂടി ഗൗരവത്തോടെ പ്രതിപക്ഷ സഖ്യ പാർട്ടികളെല്ലാം തന്നെ ഏറ്റെടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചുള്ള അതിന്റെ നീക്കമാണ് അവർ ആരംഭിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച കത്ത് നൽകാൻ തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചെന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കത്ത് നൽകിയ ശേഷം ഇനി നടപടികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് പാർലമെന്റ് അകത്ത് തന്നെയാണ്. പക്ഷേ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ പദവിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ മാറ്റാൻ കഴിയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവ് തന്നെയാണ്. കാരണം അത്രയും അധികം അംഗസംഖ്യ പ്രതിപക്ഷത്തിനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സുപ്രീം കോടതി ജഡ്ജിയോ കൊളീജിയമാണ് ഇക്കാര്യത്തിൽ അടക്കം തന്നെ തീരുമാനമെടുക്കുക. ആ കൊളീജിയത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശനം ഉന്നയിച്ചത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒട്ടും പുറകോട്ട് പോകേണ്ട ഇല്ല എന്ന് തന്നെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരു സഭകളിലും അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. 2 സഭകളും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് സ്പീക്കർ ഓം ബിർള കൃത്യമായ നിലപാടെടുത്തത്. ഒരു തരത്തിലും ഇത്തരം പ്രതിഷേധങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണോ ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തതെന്ന ചോദ്യങ്ങൾ കൂടി ഓം ബിർള ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന് പുറത്തെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് BJPയുടെ ഭാഗത്തടക്കം ഉണ്ടാകുന്നത്. ഏതായാലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത്. അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലമാണ്. ആ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതൊരു പക്ഷേ ഇതുവരെ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ബലമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉന്നയിച്ച് ഈ നിലപാടുകൾ ഉയർത്തി തന്നെ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടത്തേണ്ട അക്കാര്യങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരാനുള്ള നീക്കം കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ശ്രീജ. ശരി പ്രശാന്ത്. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ കടുത്ത പ്രതിഷേധത്തിലേക്കും നടപടികളിലേക്കും കടന്നിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു KK പ്രശാന്ത്.
ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ ആരോപണങ്ങളുമായി എൻ പ്രശാന്ത് IAS. പാസ്പോർട്ട് പുതുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തനിക്ക് NOC നൽകുന്നില്ല എന്നും നിയമപരമായ തന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയാണെന്നും തനിക്കെതിരായ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. വിവിധ വിഷയങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള വാക്കുതർക്കം തുടരുന്നതിനിടയിലാണ് എൻ പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരെ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ പാസ്പോർട്ട് പുതുക്കാൻ പോലും NOC നൽകുന്നില്ല എന്നാണ് ആരോപണം. കൊളംബോയിൽ നടന്ന സ്കൂൾ റീയൂണിയനിൽ പങ്കെടുക്കാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ NOCക്കായി അപേക്ഷ നൽകിയിരുന്നു. പാസ്പോർട്ട് പുതുക്കാൻ കഴിയാത്തതിനാൽ അതിന് സാധിച്ചില്ല. ഇതിനായി ജൂലൈ 2 നേരിട്ട് ജയതിലകിന് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തതാണ്. പാർട്ട് ടൈം PhDക്കായി മാർച്ചിൽ സമർപ്പിച്ച NOC അപേക്ഷയും പരിഗണിച്ചില്ല എന്നും എൻ പ്രശാന്ത് പറയുന്നു. തന്റെ പ്രോപ്പർട്ടി റിട്ടേൺസ് അക്നോളജ്മെന്റ് സ്വീകരിച്ചതായുള്ള രേഖയും ലഭ്യമാക്കിയിട്ടില്ല. വിവരാവകാശ അപേക്ഷകൾക്ക് കിട്ടുന്ന മറുപടികൾ തെറ്റാണ്. ഡിജിറ്റൽ അപേക്ഷകൾക്ക് പോലും മറുപടി നൽകിയിട്ടില്ല. താനുമായി ബന്ധപ്പെട്ട പല രേഖകളും മനഃപൂർവ്വം നീക്കം ചെയ്യുകയാണ് എന്നും സംശയിക്കുകയാണ്. വ്യക്തമായ ക്രിമിനൽ മനസ്സോടു കൂടിയുള്ള ഉപദ്രവമാണിത്. തന്റെ ആത്മാഭിമാനവും നിയമപരമായ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയാണ്. തനിക്കെതിരെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബസ്സുടമകൾക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ KSRTCയെ വെച്ച് നേരിടും. 500 ലോക്കൽ ബസ്സുകൾ KSRTCക്കുണ്ട്. ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് വണ്ടി നിരത്തിലിറക്കുമെന്നും ഗതാഗത മന്ത്രി വെല്ലുവിളിച്ചു. രാമനിലയത്തിലെത്തി ബസ് ഉടമകൾ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. ഇത് ഒരു ഇഷ്യൂ ആക്കി സമരം ചെയ്യട്ടോ എന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാനാ? എന്നോട് ചോദിക്കുന്നത് അവർ സമരം ചെയ്യട്ടോ എന്ന്. ഞാൻ നിങ്ങൾ ചെയ്തു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഓണക്കാലത്ത് ഓടിച്ചില്ലേ നമ്മൾ KSRTC 500 ബസ് കിടക്കുന്നുണ്ട് കേട്ടോ. KSRTCയിൽ 500 ബസ്, 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. ആ സമരം ചെയ്തോട്ടെ. സമരം ചെയ്യുകയാണെങ്കിൽ ഈ KSRTC വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും. KSRTCക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ 1200 വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി. ഓപ്പറേഷൻ റൈഡർ കൂടുതൽ ശക്തമാക്കി കൊല്ലം സിറ്റി പോലീസ്. പരിശോധനകളിൽ 17 ഡ്രൈവർമാർ പിടിയിലായി. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPSന്റെ നിർദ്ദേശാനുസരണം കൊല്ലം നഗരത്തിൽ സ്വകാര്യ KSRTC സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച ഡ്രൈവർമാർ പിടിയിലായത്. രാവിലെ 6:30 മുതൽ 8:30 വരെയുള്ള 2 മണിക്കൂർ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിയിലായത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ബസ്സും നഗരത്തിലെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയ 3 ബസ്സുകളും കോളേജുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോയ 2 ബസ്സുകളും വിവിധ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന 10 സ്വകാര്യ ബസ്സുകളുമാണ് പിടിയിലായത്. കൊല്ലം ചിന്നക്കട, താലൂക്ക് ജംഗ്ഷൻ, അയത്തിൽ, കല്ലുന്താഴം എന്നീ 4 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പരിശോധനയുടെ വിവരം ഡ്രൈവർമാർ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി കൈമാറിയതിനാൽ ചില ബസ്സുകൾ വഴിയിൽ സർവീസ് നിർത്തിവെച്ചതായും പരാതി ഉയർന്നു. കോഴിക്കോട് തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് കിഫ്ബി. പാലത്തിന്റെ 6-7 തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് വർക്കിൽ അപാകതയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ഡ്രോയിങ്ങിലുണ്ടായിരുന്നതിന് വിരുദ്ധമായിരുന്നു നിർമ്മാണം. കഴിഞ്ഞ മെയ് മാസം നടത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്തി. മെയ് 19 പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള KRFBക്ക് മെമ്മോ നൽകി. മെമ്മോയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്നും കിഫ്ബി അറിയിച്ചു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എന്ന് സ്പീക്കർ AN ഷംസീർ. ജനങ്ങളുടെ വികാരത്തിനൊപ്പമാണ് തങ്ങളെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം 4 മാസമായി തുടരുന്ന മഴയാണെന്നും സ്പീക്കർ പറഞ്ഞു. വോട്ടിംഗ് ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരാൾക്ക് 1 വോട്ട് എന്നതാണ് ശരിയെന്നും സ്പീക്കർ പറഞ്ഞു. അപ്പോൾ ഈ വിഷയങ്ങൾ ആത്മാർത്ഥമായി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, മെയ് മാസം തുടങ്ങിയ മഴയാണ് മൺസൂൺ ഇത്തവണ അഡ്വാൻസ് ചെയ്തു വന്നു. മെയ് കഴിഞ്ഞു, ആഗസ്റ്റ് മാസം പിന്നിടാൻ പോവുകയാണ്. 4 മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിയും. കാസർഗോഡ് വിദ്യാർത്ഥിയെ പ്രധാനാധ്യാപകൻ ചെകിട്ടത്തടിച്ച് കുട്ടിയുടെ കർണപടം തകർന്നതായുള്ള പരാതിയിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് പരാതി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി V. ശിവൻകുട്ടി. കുട്ടിയുടെ അമ്മയുമായി സംസാരിച്ചു. അധ്യാപകർ ഒരു കാരണവശാലും കുട്ടികളെ ഉപദ്രവിക്കുന്ന നില ഉണ്ടാകാൻ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുമായി ഫോണിൽ രാവിലെ സംസാരിച്ചു. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു. പൊതുവിൽ എനിക്ക് പറയാനുള്ള അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പറയാനുള്ളത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവും. അധ്യാപകരെ അങ്ങനെ ശത്രുക്കളായി നമ്മൾ കാണേണ്ട കാര്യമൊന്നുമില്ല.
SCRT കൈപ്പുസ്തകത്തിൽ ചരിത്രപരമായ പിശക് വരുത്തിയ അധ്യാപകരെ പാഠപുസ്തക സമിതിയിൽ നിന്ന് ഡീബാർ ചെയ്തതായി മന്ത്രി വി ശിവൻകുട്ടി. പാഠപുസ്തക കരടിലാണെങ്കിൽ പോലും തെറ്റുവരാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 4ാം ക്ലാസ്സിൽ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെസ്റ്റിന്റെ കരടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിവരണത്തിൽ ചരിത്രപരമായ ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് കരട് പ്രസിദ്ധീകരിച്ചു. കരട് പ്രസിദ്ധീകരിക്കുന്ന സ്വാഭാവികമായിട്ട് കരടിൽ കാണുന്ന തെറ്റുകുറ്റങ്ങൾ തിരുത്തി ഇറക്കുന്നതിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വാനരപ്രയോഗത്തിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സുരേഷ് ഗോപി ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല. ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, സുരേഷ് ഗോപിയാണ്. JP നദ്ദയുടെയും അമിത്ഷായുടെയും മറുപടി പോലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമെന്നും മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനായി മാറാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിന് മറുപടി പറയേണ്ട അദ്ദേഹം തന്നെയാണ്. ഫ്ലാറ്റുകളിൽ അനധികൃതമായി വോട്ടർമാരെ ചേർത്തതും സ്വന്തം സഹോദരൻ തന്നെ അദ്ദേഹത്തിന് ഇരട്ട വോട്ടുള്ളതും ഒരു ക്രിമിനൽ കുറ്റമായ 2 ഐഡൻറ്റിറ്റി കാർഡുകൾ സൂക്ഷിച്ചതും ഇതിനൊന്നും മറുപടി പറയേണ്ട ഇലക്ഷൻ കമ്മീഷനല്ല, ശ്രീ സുരേഷ് ഗോപി തന്നെയാണ്. വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നവരെ വാനരന്മാരെന്ന് അധിക്ഷേപിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരാമർശം വല്ലാത്ത നിലയിലുള്ളതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പരിചയക്കുറവിന്റെയും ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയവരെ സംബന്ധിച്ച് വല്ലാത്ത നിലയിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. വാനരന്മാർ എന്ന് വരെ വിളിച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ അത് ഒട്ടും യോജിച്ച കാര്യമില്ല. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതികൾ. 2 യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി സമർപ്പിച്ചു. 2020-2021 വർഷങ്ങളിലാണ് 2 സംഭവങ്ങളും നടന്നത്. റാപ്പർ വേടനെതിരെ 2 പെൺകുട്ടികൾ കൂടി ലൈംഗികാതിക്രമ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുവരും പരാതി സമർപ്പിച്ചത്. 2020-21 കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന 2 സംഭവങ്ങളും നടന്നതെന്നാണ് സൂചന. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് ആദ്യത്തെ പരാതി. എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചെന്നും യുവതി പരാതിയിൽ പറയുന്നു. തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് 2ാമത്തെ യുവതിയുടെ പരാതി. അതേസമയം വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തോളം ലൈംഗിക ചൂഷണം നടത്തിയെന്ന യുവ വനിതാ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ വേടൻ ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതി കോടതിയെ സമീപിച്ചു. വേടനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഈ നടപടി. അമൃത ന്യൂസ്, കൊച്ചി. ജയിൽ വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ഭക്ഷണശാലയിൽ മോഷണം. പൂജപ്പുര കഫറ്റീരിയയിലെ 4 ലക്ഷം രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത്. മേശയ്ക്കകത്ത് വെച്ചിരുന്ന താക്കോലെടുത്ത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിക്കുകയായിരുന്നു. പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ തടവുകാരെ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഫുഡ് ഫോർ ഫ്രീഡം കഫറ്റീരിയയിൽ രാവിലെ എത്തിയ ജീവനക്കാരാണ് കഫറ്റീരിയയിലെ കളക്ഷൻ പണമായ 4 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടത്. കഫറ്റീരിയയ്ക്ക് പിന്നിലെ വാതിൽ തകർത്ത് അകത്തു കയറിയ കള്ളൻ മേശയിൽ നിന്നും താക്കോലെടുത്ത് പിന്നിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് പൂട്ട് തുറന്ന് ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ വരുമാനം ട്രഷറിയിൽ അടയ്ക്കുന്നതിനായി സൂക്ഷിച്ചിരുന്നതാണ്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്ഥലത്ത് CCTV ഇല്ലാത്തതിനാൽ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കഫറ്റീരിയയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അറിയാവുന്ന ആളാകാം മോഷ്ടാവെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ജയിലിലെ തടവുകാർ ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ജോലിക്കാരായി പ്രവർത്തിക്കുന്നത്. ജയിൽ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാനാധ്യാപകൻ 10ാം ക്ലാസ്സുകാരന്റെ കർണപുടം അടിച്ച് തകർത്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകവേ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ബേക്കൽ ഡിവൈഎസ്പിക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. കമ്മീഷൻ നാളെ കുട്ടിയുടെ മൊഴിയെടുക്കും. പ്രധാനാധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും BJPയും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കർണപുടം തകർന്ന 10ാം ക്ലാസ്സുകാരന് ശസ്ത്രക്രിയ നടത്താൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തിൽ റമീസിന്റെ മാതാപിതാക്കൾ പോലീസ് കസ്റ്റഡിയിൽ. പനായിക്കുളം സ്വദേശികളായ റഹിമോൻ,
ഷെറീന എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഉച്ചയോടെ കോതമംഗലത്തേക്ക് എത്തിക്കും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോതമംഗലം കോടതിയിൽ ഹാജരാക്കും. പെൺകുട്ടിയുടെ മരണത്തിൽ മാതാപിതാക്കൾക്കും പങ്കുണ്ട് എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ റമീസിന്റെ സുഹൃത്ത് ഒളിവിലാണ്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. അന്നശ്ശേരി സ്വദേശിയായ യുവാവും രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. അതേസമയം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സ്കൂളിൽ ഇന്ന് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തും. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടി കഴിഞ്ഞ കുറേ ദിവസമായി വെന്റിലേറ്ററിലാണ്. കിണറിലെ വെള്ളമാണ് രോഗത്തിന്റെ ഉറവിടമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. രോഗം സ്ഥിരീകരിച്ച അന്നശ്ശേരി സ്വദേശിയായ യുവാവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജില്ലയിൽ കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച പെൺകുട്ടിയുടെ സ്കൂളിൽ ഇന്ന് ആരോഗ്യവകുപ്പ് ബോധവൽക്കരണം നടത്തും. കോരങ്ങാട് UP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി അനയെയാണ് രോഗം ബാധിച്ചു മരിച്ചത്. മുൻകരുതലിന്റെ ഭാഗമായി കുട്ടിയുടെ സഹോദരങ്ങളുടെ സ്രവ സാമ്പിളുകളും മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സാന്ദ്ര തോമസിന്റെ പത്രിക സ്വീകരിച്ചു. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക സാന്ദ്ര പിൻവലിച്ചു. സ്ത്രീകൾക്ക് ഒരിടം നേടിയെടുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ താൻ ജയിക്കുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സജി നന്ദ്യാട്ട് നൽകിയ പത്രിക സ്വീകരിച്ചു. തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാതിരിക്കാനായിരുന്നു ശ്രമമെന്നും അത് ചില്ല് കൊട്ടാരം പോലെ തകർന്നുവെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സോണി തോമസ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ നിർണായക സന്ദർശനത്തിനായി ഇന്ന് ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള സംയുക്ത യോഗത്തിൽ നാളെ വാങ് യി പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ആയിരിക്കും ഇന്ത്യൻ സംഘത്തെ നയിക്കുക. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകാനിരിക്കെയാണ് വാങ് യി ഇന്ത്യയിലെത്തുന്നത്. അതിർത്തി തർക്കത്തിലെ വിഷയങ്ങളാകും പ്രധാന അജണ്ടയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾ ഒരുപോലെ നേരിടുന്ന രാജ്യങ്ങളെന്ന നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഉള്ളത്. ഡൊണാൾഡ് ട്രംപുമായുള്ള യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ കൂടിക്കാഴ്ച ഇന്ന്. യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലെ ചർച്ചയ്ക്കാണ് ട്രംപ് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടുള്ളത്. UK പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഉൾപ്പെടെ 5 രാജ്യ നേതാക്കൾ സെലൻസ്കിക്ക് പിന്തുണയുമായി വൈറ്റ് ഹൗസിലെത്തും. ഡോൺബാസ് പൂർണ്ണമായും വിട്ടുകൊടുക്കണമെന്ന അലാസ്ക കൂടിക്കാഴ്ചയിൽ പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. വിട്ടുകൊടുക്കില്ല എന്നാണ് സെലൻസ്കിയുടെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് യുക്രൈനൊപ്പം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത്. കോട്ടയം ഏറ്റുമാനൂരിന് സമീപം കാണക്കാരിയിൽ നിയന്ത്രണം വിട്ട കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നീണ്ടൂർ ഓണം തുരുത്ത് തൈപ്പറമ്പിൽ ജോസഫ് ടി എബ്രഹാമാണ് മരിച്ചത്. സഹയാത്രികനായിരുന്ന ഓണം തുരുത്ത് സ്വദേശി മാർവിനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാണക്കാരി ആശുപത്രി പടിക്ക് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കുറുപ്പുന്തറ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി. ആഴ്സണലിനോട് 1 ഗോളിനാണ് തോറ്റത്. ചെൽസിയും ക്രിസ്റ്റൽ പാലസും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി 12:30 ലീഡ് യുണൈറ്റഡ് എവർട്ടണിനെ നേരിടും. വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.